ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ തൊടിയിലും മുറ്റത്തും ഒക്കെ ഒരുപാടുണ്ടാവും പപ്പായ മരങ്ങൾ. ഞാൻ പപ്പായ എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും ഓരോ നാട്ടിലും പറയുന്നത്. തിരുവനന്തപുരത്തൊക്കെ പപ്പയ്ക്ക എന്ന് പറയും, ഓമയ്ക്ക എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ പപ്പായ നമ്മൾ കഴിക്കാറുണ്ട്. പപ്പായയുടെ ഇലയ്ക്കും അതുപോലെ തന്നെ ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പപ്പായയുടെ ഇലയിൽ നിറയെ പാപ്പയിനും കൈമോ പാപ്പയിനും എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. അത് കാരണം ന്യൂട്രിയൻസ് ഒക്കെ ഒരുപാട് നമ്മുടെ ബോഡിക്ക് കിട്ടാനും ഡൈജഷൻ കൂട്ടാനും സഹായിക്കും. ചിലർക്ക് ഫുഡൊക്കെ കഴിക്കുമ്പം ഗ്യാസ് നിറയുന്ന അസുഖമൊക്കെ കാണും. അതൊക്കെ കുറയ്ക്കാനും ഇത് സഹായിക്കും. പപ്പായയുടെ ഇല രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. നമുക്കറിയാം ഇലക്കറികളിലൊക്കെ ഒരുപാട് ഫൈബറൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പപ്പായയുടെ ഇലയിലും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനും സഹായിക്കും. ഡെങ്കിപ്പനി വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പപ്പായ നീര് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പപ്പായയുടെ ഇല സാധാരണ ഇല കഴിക്കുന്ന പോലെ കഴിക്കാൻ പാടില്ല. കൂടുതൽ കഴിച്ചാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പപ്പായയുടെ ഇല കഴിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടറിൻ്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ പപ്പായയുടെ ഇല കഴിക്കാവൂ. കഴിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ കഴിക്കാമെന്ന് നോക്കാം. സാധാരണ നമുക്ക് ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം. അല്ലാതെ തന്നെ നമുക്ക് ക്യാപ്സ്യൂളായിട്ട് ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ പച്ചയ്ക്കോ ഉണക്കിയതോ ആയിട്ടൊക്കെ കഴിക്കാം. അതിപ്പോൾ കഴിക്കണമെങ്കിൽ തന്നെ അത് ഡോക്ടർ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. ആയുർവേദത്തിൽ പപ്പായയുടെ ഇല ഗ്യാസിനും അൾസറിനും ഒക്കെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാണെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ഇല ഉപയോഗിക്കുന്ന പോലെ പപ്പായയുടെ ഇല ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.